നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഏർപ്പെടുത്തിയ സ്മാർട്ട് മോണിറ്ററിംഗ് സിസ്റ്റം വൻ വിജയമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. പരിശീലന ഫലം എളുപ്പത്തിലും വേഗത്തിലും ലഭ്യമാക്കാൻ പുതിയ സംവിധാനത്തിലൂടെ സാധ്യമായെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 7 മാസത്തിനിടെ 1.73 ദശലക്ഷം പരിശീലന സെഷനുകളാണ് സ്മാർട്ട് സിസ്റ്റം ട്രാക്ക് ചെയ്തത്. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 14 മടങ്ങിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്ന് RTA വ്യക്തമാക്കി. അതോറിറ്റിയുടെ ലൈസൻസിംഗ് ഇന്റലിജൻസ് ഓപ്പറേഷൻ സെന്ററാണ് പുതിയ സംവിധാനം നടപ്പാക്കുന്നത്. ഡ്രൈവിംഗ് സ്കൂളുകളിലെ ഇൻസ്ട്രക്ടർമാരുടെയും ട്രെയിനികളുടെയും പെരുമാറ്റം നിരീക്ഷിക്കാൻ ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളിൽ സ്ഥാപിച്ച ക്യാമറകൾ വഴിയാണ് നിരീക്ഷണം നടത്തുന്നത്. പരിശീലകരോ വിദ്യാർത്ഥികളോ മൊബൈൽ ഉപയോഗിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾ ക്യാമറ കണ്ടെത്തും. അതിനിടെ സ്മാർട്ട് സംവിധാനങ്ങളുടെ ഉപയോഗം വ്യാപകമാക്കിയതോടെ ഡ്രൈവിംഗ് പരിശോധനാ സമയം കുറയ്ക്കാനും പരിശീലന ഫലം എളുപ്പത്തിലും വേഗത്തിലും ലഭ്യമാക്കാനും സഹായിച്ചതായും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. സൗദി അറേബ്യയിൽ വിനോദസഞ്ചാരികളുടെ വാട്ട് റീഫണ്ട് ചെയ്തു തുടങ്ങി. സൗദിയിലെ വിമാനത്താവളങ്ങളിലാണ് ഇതിനുള്ള സൗകര്യമുള്ളത്. റെസിഡന്റ് വിസയുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. വിനോദസഞ്ചാരികൾ സൗദിയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾക്കടക്കുന്ന 15% മൂല്യവർദ്ധിത നികുതി അഥവാ വാറ്റാണ് തിരിച്ചു നൽകുന്നത്. ടൂറിസ്റ്റുകൾ സൗദിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ വാറ്റ് റീഫണ്ട് ചെയ്യാൻ വിമാനത്താവളങ്ങളിൽ സൗകര്യം ഏർപ്പെടുത്തി. റിയാദ്, ജിദ്ദ, ദമാം വിമാനത്താവളങ്ങളിൽ സ്ഥാപിച്ച 18 വെരിഫിക്കേഷൻ പോയിന്റുകൾ വഴി റീഫണ്ടിന് അപേക്ഷിക്കാം. ബാങ്ക് വഴിയോ ക്യാഷായോ റീഫണ്ട് ലഭിക്കാനുള്ള സൗകര്യമുണ്ട്. ക്യാഷ് റീഫണ്ട് ആണെങ്കിൽ പരമാവധി 5000 റിയാൽ മാത്രമേ ഒരു ദിവസം ലഭിക്കുകയുള്ളൂ. പാസ്പോർട്ട്, റെസീറ്റ്, റീഫണ്ട് ഫോം, ബോർഡിംഗ് പാസ് എന്നിവയാണ് ഹാജരാക്കേണ്ട രേഖകൾ. സാധനങ്ങൾ വാങ്ങി 90 ദിവസത്തിനുള്ളിൽ റീഫണ്ടിന് അപേക്ഷിക്കണം. സൗദിയിലെ 1442 അംഗീകൃത റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ വഴി വാങ്ങുന്ന സാധനങ്ങളുടെ വാറ്റാണ് റീഫണ്ട് ചെയ്യുന്നത്. ഗ്ലോബൽ ബ്ലൂ വെബ്സൈറ്റ് വഴിയും ആപ്പ് വഴിയും ഔട്ട്ലെറ്റുകളുടെ ലിസ്റ്റ് ലഭിക്കും. പാസ്പോർട്ട് അല്ലെങ്കിൽ GCC ID ഹാജരാക്കി ഷോപ്പിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വാറ്റ് ഇളവ് ഫോം പൂരിപ്പിക്കണം. വ്യക്തിഗത ആവശ്യങ്ങൾക്കുള്ള 500 റിയാലിൽ കുറയാത്ത പർച്ചേസുകൾക്ക് മാത്രമേ റീഫണ്ട് ലഭിക്കുകയുള്ളൂ. താമസം, ഭക്ഷണം, യാത്ര, വിമാന ടിക്കറ്റ്, പുകയില, ഇന്ധനം തുടങ്ങിയവയുടെ വാറ്റ് റീഫണ്ട് ചെയ്യില്ല. 18 വയസ്സ് പൂർത്തിയായ വിദേശികളായ വിനോദസഞ്ചാരികൾക്കും GCC പൗരന്മാർക്കും വാറ്റിന് അപേക്ഷിക്കാം. സൗദി റെസിഡന്റ് വിസയുള്ള പ്രവാസികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കില്ല. ജലീൽ കണമംഗലം, 24 ജിദ്ദ. ഷാർജ സെന്റ് മൈക്കിൾസ് കത്തോലിക്ക ദേവാലയത്തിലെ മലയാളി സമൂഹം സംഘടിപ്പിക്കുന്ന സ്വർഗാരോഹണ തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടിയേറി. ഇടവക വികാരി ഫാദർ സവരിമുത്തു കൊടിയുയർത്തി. ഫാദർ ജോൺ ജോസഫും ഫാദർ ജോൺ തുണ്ടിയത്തും പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. 11 ദിവസം നീണ്ടുനിൽക്കുന്ന തിരുനാൾ ആഘോഷങ്ങളിൽ എല്ലാ ദിവസവും നൊവേന പ്രാർത്ഥന ഉണ്ടാകുമെന്ന് സെക്രട്ടറി റോണി ആന്റണി ജോസഫ്, കൺവീനർ വിൻസെന്റ് തോബിയാസ് എന്നിവർ അറിയിച്ചു. ഈ മാസം 15-ന് ദിവ്യബലി അടക്കമുള്ള വിവിധ ചടങ്ങുകളോടെ തിരുനാളാഘോഷങ്ങൾ സമാപിക്കും. മികച്ച ബാക്ക് ടു സ്കൂൾ ഓഫറുകളുമായി സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ സ്കൂൾ സേവേഴ്സ് ഷോപ്പിംഗ് ഉത്സവം ആരംഭിച്ചു. സ്കൂൾ ബാഗ്, ഗാഡ്ജറ്റുകൾ, സ്റ്റേഷനറി തുടങ്ങിയവയിൽ വിപുലമായ കളക്ഷനുകളും ഓഫറുകളും മേളയിലുണ്ട്. സൗദിയിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ഓഗസ്റ്റ് മാസം മുഴുവൻ ഓഫറുകളിൽ ലഭിക്കും. കുട്ടികൾക്കായി പ്രത്യേക ആക്ടിവിറ്റി സോണുകളും ഒരുക്കിയിട്ടുണ്ട്. തവണകളായി പണമടയ്ക്കാൻ സാധിക്കുന്ന ടാബി, തമാറ ഉൾപ്പെടെയുള്ള ഫിനാൻസിംഗ് ഓപ്ഷനുകളും ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാൻ അവസരമുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഇന്ത്യയ്ക്ക് മേൽ വീണ്ടും അധിക തീരുവ ചുമത്തിയ അമേരിക്കൻ നടപടിയിൽ പ്രതികരിച്ച് ഇന്ത്യ. അമേരിക്കയുടേത് അന്യായവും നീതീകരിക്കപ്പെടാത്തതും നിർഭാഗ്യകരവുമായ തീരുമാനമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. അമേരിക്ക നേരത്തെ ചുമത്തിയ 25% തീരുവ നാളെ പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് വീണ്ടും 25% തീരുവ ചുമത്തുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇതോടെ ഇന്ത്യയ്ക്ക് മുകളിൽ അമേരിക്ക ചുമത്തിയ ആകെ തീരുവ 50%. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് യുദ്ധത്തെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണെന്ന് ആവർത്തിച്ചാണ് അമേരിക്ക അധിക തീരുവ പ്രഖ്യാപിച്ചത്. താരിഫ് വിഷയത്തിൽ അമേരിക്കയുമായി നേർക്കുനേർ നിൽക്കുന്നതിനിടെ ചൈനീസ് സന്ദർശനത്തിനൊരുങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഈ മാസം 21-ന് മോദി ബീജിംഗിലെത്തും. അതേസമയം നിർണായക ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിലെത്തി. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഈ മാസം 31-ന് പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നത്. 2019 ഗാൽവൻ മേഖലയിൽ ദിവസങ്ങളോളം ഇന്ത്യയും ചൈനയും നേർക്കുനേർ നിന്നതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിച്ചിട്ടില്ല. അമേരിക്ക നേരത്തെ പ്രഖ്യാപിച്ച 25% മുകളിൽ വീണ്ടും 25% താരിഫ് പിഴ ചുമത്തിയെന്ന വാർത്ത പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് 6 വർഷങ്ങൾക്കു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കാൻ തീരുമാനിച്ചത്.
അജിത് ഡോവലും റഷ്യൻ നയതന്ത്ര പ്രതിനിധികളുമായുള്ള ചർച്ച ഇന്ന് നടക്കും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയെന്നാരോപിച്ച് അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ റഷ്യ ഇന്ത്യക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ നൽകാൻ സാധ്യതയുണ്ടെന്നാണ് വിദേശകാര്യ വിദഗ്ധർ പറയുന്നത്. അമേരിക്ക ആദ്യം പ്രഖ്യാപിച്ച 25% തീരുവ നാളെ നിലവിൽ വരാനിരിക്കെയാണ് വീണ്ടും 25% തീരുവ പ്രഖ്യാപിക്കപ്പെട്ടത്. റഷ്യയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നടപടി സ്വീകരിച്ച അമേരിക്ക റഷ്യയിൽ നിന്നും ആണവ വ്യവസായത്തിനായി യുറേനിയവും മറ്റ് രാസവസ്തുക്കളും വാങ്ങുന്നുണ്ടെന്ന ഇന്ത്യയുടെ ആരോപണത്തോട് ട്രംപ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഈ മാസം പകുതിയോടെ റഷ്യ സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക് 24. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ കുടുങ്ങിയ 28 മലയാളികളും സുരക്ഷിതർ. ഗംഗോത്രിക്ക് സമീപം കുടുങ്ങിയ ഇവരെ ITBP ക്യാമ്പിലേക്ക് മാറ്റി. മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നുവെന്ന 24 വാർത്തയ്ക്ക് പിന്നാലെയായിരുന്നു ഇടപെടലുകൾ സജീവമായത്. ശാർദാം തീർത്ഥാടനത്തിന് പോയ 28 മലയാളികളാണ് ഗംഗോത്രിക്ക് സമീപം കുടുങ്ങിയത്. എന്നാൽ ഇന്നലെ മുതൽ ഇവരുമായി ആശയവിനിമയം നടത്താൻ കുടുംബങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഇക്കാര്യത്തിലെ ആശങ്ക 24-മായി കുടുംബാംഗങ്ങൾ പങ്കുവച്ചിരുന്നു. ഗംഗോത്രിക്ക് പോകുന്ന വഴിക്കാണ് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഓൺ ദ വേ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. പിന്നീട് 8:30 കഴിഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഒരു രക്ഷയില്ല. ഉത്തരാഖണ്ഡ് മലയാളി സമാജവും ഉത്തരകാശി ജില്ലാ ഭരണകൂടവുമായി ഇടപെടലുകൾ നടത്തി. 28 പേരും സുരക്ഷിതരെന്ന് ഉച്ചയോടെ വിവരം. ബേരോഗാട്ടി ITBP ക്യാമ്പിലേക്ക് ഇവരെ മാറ്റി. ഇതുവരെ അവര് സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിൽ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് 5 ബസ്സുകളോളം പിടിച്ചു ഒരിടത്ത് നിർത്തിയിട്ടുണ്ട്. അവരപ്പോൾ അതിനകത്ത് തന്നെയുണ്ട്. സുരക്ഷിതരാണെന്ന് കുടുങ്ങിയവർ ബന്ധുക്കളെ അറിയിച്ചു. എല്ലാവരോടും എല്ലാവരും വിളിച്ചു ഞങ്ങൾ ഇവിടെ സേഫ് ആണ്, ഞങ്ങൾക്ക് ഒരു പ്രശ്നമൊന്നുമില്ല, റൂമും ഭക്ഷണവും എല്ലാം ഉണ്ട്, അതുകൊണ്ട് ഇവിടുത്തെ നെറ്റ്വർക്ക് ഒന്നുമില്ല, എല്ലാം ഇവിടുത്തെ ടവർ പോയത് കാരണം കൊണ്ട് ആരെയും വിളിക്കാനോ പറ്റില്ല. 28 പേരിൽ 8 പേർ കേരളത്തിൽ നിന്ന് പോയവരാണ്. 20 പേർ മുംബൈയിൽ താമസമാക്കിയവരും. 24 കൊച്ചി. കനത്ത നാശമുണ്ടായ ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 9 സൈനികർ ഉൾപ്പെടെ 130 പേരെയാണ് ധരാലി ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് സംശയം. 5 പേർ മരിച്ചെന്നാണ് ഇതുവരെയുള്ള സ്ഥിരീകരണം. സംസ്ഥാന മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദുരന്ത മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തി. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും നാശം വിധിച്ച ധരാലിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. SDRF, NDRF, കരസേന, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. ഡോക്ടേഴ്സിന്റെ പ്രത്യേക സംഘം പ്രശ്നബാധിത മേഖലകളിൽ എത്തി. വ്യോമമാർഗം ധരാലിയിലെത്തിയ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിലെ അവസ്ഥ मुख्यमंत्री प्रधानमंत्री नरेंद्र मोदी ये ധരിപ്പിച്ചു. सभी एजेंसियां हमारी वहाँ पर काम कर रही है, सेना के लोग भी काम कर रहे हैं. रास्ते में चूँकि काफ़ी ज़्यादा मौसम खराब होने के कारण से अनेक स्थानों पर मार्गों का जो संपर्क है वो कट गया है. രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സേന ധരാലിയിലെത്തും. കാലാവസ്ഥ മെച്ചപ്പെട്ടതിനെ തുടർന്ന് വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനങ്ങളും ഊർജിതമാക്കി. ഡെറാഡൂണിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ദുരന്ത നിവാരണ കേന്ദ്രങ്ങൾ തുറന്നു. ഹരിദ്വാർ ഉൾപ്പെടെ 3 ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരുകയാണ്. അതേസമയം ഹിമാചൽ പ്രദേശിൽ കുടുങ്ങിക്കിടന്ന 413 തീർത്ഥാടകരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു. കനത്ത മഴയും മണ്ണിടിച്ചിലും രക്ഷാപ്രവർത്തനത്തെ അതിഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും ദേശീയപാത പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഏറെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കുണ്ടിത്തോറിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. നേരത്തെ ദൃശ്യങ്ങൾ നൽകാൻ കഴിയാതിരുന്നൊരു വാർത്തയിലേക്ക്. ഷാർജ സെന്റ് മൈക്കിൾസ് കത്തോലിക്ക ദേവാലയത്തിലെ മലയാളി സമൂഹം സംഘടിപ്പിക്കുന്ന സ്വർഗാരോഹണ തിരുനാളാഘോഷങ്ങൾക്ക് കൊടിയേറി. ഇടവക വികാരി ഫാദർ സവരിമുത്തു കൊടിയുയർത്തി. ഫാദർ ജോൺ ജോസഫും ഫാദർ ജോൺ തുണ്ടിയത്തും പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. 11 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷങ്ങളിൽ എല്ലാ ദിവസവും നൊവേന പ്രാർത്ഥന ഉണ്ടാകുമെന്ന് സെക്രട്ടറി റോണി ആന്റണി ജോസഫ്, കൺവീനർ വിൻസെന്റ് തോബിയാസ് എന്നിവർ അറിയിച്ചു. ഈ മാസം 15-ന് ദിവ്യബലി അടക്കമുള്ള വിവിധ ചടങ്ങുകളോടെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിക്കും.
തുടർച്ചയായ 3 നിരക്കിളവുകൾക്ക് ശേഷം റിപ്പോ നിരക്ക് നിലനിർത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അമേരിക്കൻ താരിഫ് ഉൾപ്പെടെ രാജ്യാന്തര വിഷയങ്ങൾ സമ്പദ്വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന് പഠിച്ച ശേഷമായിരിക്കും അടുത്ത നിരക്കിളവെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. After a detailed assessment of the evolving macroeconomic and financial developments and the outlook, the MPC voted unanimously to keep the policy repo rate under the Liquidity Adjustment Facility (LAF) unchanged at 5.5%. ഭൗമരാഷ്ട്രീയ തർക്കങ്ങളും അമേരിക്കൻ താരിഫ് ഉയർത്തിയ ആശങ്കകളുമുണ്ടെങ്കിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ സ്ഥിരത പുലർത്തുന്നുവെന്ന ആത്മവിശ്വാസം പങ്കുവച്ചാണ് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര വാർത്താസമ്മേളനം ആരംഭിച്ചത്. എന്നാലും നിരക്കിളവിനൊരു താൽക്കാലിക അവധി നൽകാൻ തന്നെയാണ് 6-അംഗ ധനനയ കമ്മിറ്റി തീരുമാനിച്ചത്. ആഭ്യന്തര സാഹചര്യങ്ങളും വിലക്കയറ്റം RBI നിശ്ചയിച്ച പരിധിയിൽ തുടരുന്നതും നിരക്കിളവിന് അനുകൂലമെന്ന വിലയിരുത്തലുണ്ടായിരുന്നെങ്കിലും കാത്തിരിക്കാനാണ് കമ്മിറ്റിയുടെ നീക്കം. റിപ്പോ നിരക്ക് 5.5% തുടരും. ഫെബ്രുവരി മുതൽ 3 തവണയായി അടിസ്ഥാന നിരക്കിൽ 1% കുറവ് വരുത്തിയിരുന്നു. 2025-26 വർഷത്തേക്കുള്ള GDP വളർച്ചാ പ്രവചനം 6.5% മാറ്റമില്ലാതെ നിലനിർത്തി. ആദ്യ പാദത്തിൽ 6.5%, രണ്ടാം പാദത്തിൽ 6.7%, മൂന്നാം പാദത്തിൽ 6.6%, നാലാം പാദത്തിൽ 6.3% എന്നിങ്ങനെയാണ് ത്രൈമാസ വളർച്ച പ്രതീക്ഷിക്കുന്നത്. 2026-27 ഒന്നാം പാദത്തിൽ വളർച്ച 6.6% ആയിരിക്കുമെന്നും പ്രവചിക്കുന്നു. 2026 സാമ്പത്തിക വർഷത്തിൽ പണപ്പെരുപ്പം 3.1% ആയിരിക്കുമെന്ന് MPC ചൂണ്ടിക്കാട്ടി. ഇത് മുൻ നിശ്ചയിച്ച 3.7%-ത്തേക്കാൾ കുറവാണ്. പ്രഖ്യാപനം വന്നതോടെ ഓഹരി വിപണികൾ നിരാശയിലായി. റേറ്റ് സെൻസിറ്റീവായിട്ടുള്ള ബാങ്കിംഗ്, നോൺ ബാങ്കിംഗ്, ഓട്ടോ ഓഹരികളെല്ലാം നഷ്ടത്തിലാണ്. ബിസിനസ് ഡെസ്ക് 24. ചേർത്തലയിലെ തിരോധാന കേസുകളിൽ റഡാർ പരിശോധനയും പരാജയം. സെബാസ്റ്റ്യന്റെ വീട്ടിലും സുഹൃത്തിന്റെ വീട്ടിലും നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. സെബാസ്റ്റ്യന്റെ വീട്ടിലെ അടുപ്പിൽ നിന്ന് കിട്ടിയ കത്തിക്കരിഞ്ഞ ലേഡീസ് വാച്ച് മാത്രമാണ് തെളിവായി ശേഖരിക്കാനായത്. സെബാസ്റ്റ്യന്റെ 2.5 ഏക്കർ വരുന്ന പുരയിടത്തിൽ മനുഷ്യശരീര അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നുറപ്പിക്കാനുള്ള അവസാന പിടിവള്ളിയായിരുന്നു ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ. 8 മണിക്കൂർ നീണ്ട പരിശോധനയിലും ഒന്നും കണ്ടെത്താനായില്ല. ഇതോടെ ആദ്യം ശേഖരിച്ച അസ്ഥികളുടെ ഉറവിടം കണ്ടെത്താനാകാതെ വലയുകയാണ് അന്വേഷണ സംഘം. മറ്റെവിടെയോ മൃതദേഹം കത്തിച്ചതായാണ് വിലയിരുത്തൽ. സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്തായിരുന്ന ചേർത്തല സ്വദേശിനി റോസമ്മയുടെ വീട്ടിലും റഡാർ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഇല്ല, പരിശോധിക്കേണ്ട കാരണം ഇതുമാത്രം ബന്ധപ്പെട്ടിട്ടുള്ള സംശയത്തിൽ മുമ്പ് ഇവിടെ സെബാസ്റ്റ്യൻ ഇവിടെ വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ഇവിടെ പരിശോധിച്ചെന്നുള്ളൂ. നമ്മൾ തീർച്ചയായിട്ടും ഇത് ഐഷയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ സെർച്ച് നടത്തിയിരിക്കുന്നത്. 2012 കാണാതായ ആയിഷയെ 2016 വീടിന് സമീപം കണ്ടെന്ന വെളിപ്പെടുത്തൽ റോസമ്മ തിരുത്തി. പ്രതികരണങ്ങളിൽ അസ്വാഭാവികത തോന്നിയ അന്വേഷണ സംഘം റോസമ്മയെ വിശദമായി ചോദ്യം ചെയ്യും. എനിക്കറിയത്തില്ല, ഞാനിവിടെ അതാ എനിക്കും അറിയത്തില്ല. ഞാൻ എന്റെ ആധാരത്തെ എഴുതിയേക്കുന്ന ഡേറ്റ് 2016. കണ്ടെത്തിയ അസ്ഥികളുടെ DNA പരിശോധനാ ഫലം നാളെ ലഭിക്കും. 24 ആലപ്പുഴ. നടി ശ്വേതാ മേനോനെതിരെ കേസെടുത്ത് പോലീസ്. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസ്. നഗ്നതാ പ്രദർശനം നടത്തി സാമ്പത്തിക ലാഭം നേടിയെന്നാണ് പരാതി. അതേസമയം നിർമ്മാതാക്കളുടെ സംഘടനയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയ നടപടി നീതി നിഷേധമാണെന്ന് നിർമ്മാതാവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറിയുമായ ശശി അയ്യഞ്ചിറ പറഞ്ഞു. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ചലച്ചിത്ര താരം ശ്വേതാ മേനോനെതിരെ കേസെടുത്തത്. അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചെന്ന പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. IT നിയമത്തിലെ 67A പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അശ്ലീല ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചെന്നും FIRൽ പറയുന്നു. പൊതുപ്രവർത്തകനായ മാർട്ടിൻ മേനാച്ചേരിയാണ് പരാതിക്കാരൻ. സെൻസർ ചെയ്തിറങ്ങിയ രതിനിർവേദം, പാലേരി മാണിക്യം, ശ്വേതാ മേനോൻ നേരത്തെ അഭിനയിച്ച പരസ്യചിത്രം, പ്രസവം ചിത്രീകരിച്ച കളിമണ്ണ് എന്നിങ്ങനെയുള്ള സിനിമയുടെ നീണ്ട നിരയാണ് പരാതിയിലുള്ളത്. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ മത്സരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇങ്ങനെയൊരു കേസ് പുറത്തു വന്നതിൽ ദുരൂഹതയും ആരോപിക്കുന്നുണ്ട്. 24 കൊച്ചി. സിനിമാ കോൺക്ലേവിലെ വിവാദ പരാമർശങ്ങളിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കില്ല, ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല എന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ തീരുമാനം. അതിനിടെ വിവാദ പരാമർശത്തിൽ വനിതാ കമ്മീഷന് WCC ഉൾപ്പെടെയുള്ള സംഘടനകൾ പരാതി നൽകി. സാമൂഹ്യ പ്രവർത്തകൻ ദിനൂബയിൽ മ്യൂസിയം പോലീസിൽ നൽകിയ പരാതിയിലാണ് പോലീസ് നിയമോപദേശം തേടിയത്. കേസെടുക്കേണ്ടതില്ലെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. അടൂർ ഗോപാലകൃഷ്ണൻ ജാതി അധിക്ഷേപമോ വ്യക്തി അധിക്ഷേപമോ നടത്തിയിട്ടില്ല. സിനിമാ കോൺക്ലേവിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക മാത്രമാണ് ചെയ്തത്. ഏതെങ്കിലും ആനുകൂല്യം നിർത്തലാക്കണമെന്നോ ദളിത് വിഭാഗങ്ങളെ പരിഗണിക്കരുത് എന്നോ പറഞ്ഞിട്ടില്ല.
അതിനാൽ കേസ് കോടതിയിൽ നിൽക്കില്ലെന്നും നിയമോപദേശം ലഭിച്ചു. ഇതോടെ പോലീസ് FIR രജിസ്റ്റർ ചെയ്യില്ല. അതിനിടെ അടൂർ ഗോപാലകൃഷ്ണനെതിരെ 6 സംഘടനകൾ വനിതാ കമ്മീഷന് പരാതി നൽകി. WCC, ദിശ, അന്വേഷി, പെൺകൂട്ട്, വിങ്സ്, നിസ എന്നീ സംഘടനകളാണ് പരാതി നൽകിയത്. പൊതുവേദിയിൽ ജാതീയവും സ്ത്രീവിരുദ്ധവുമായ പ്രസ്താവന നടത്തി പുഷ്പവതിയുടെ വ്യക്തിത്വത്തെയും കഴിവുകളെയും അന്തസ്സിനെയും അധിക്ഷേപിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. അടൂർ ഗോപാലകൃഷ്ണനെതിരെ KPMS DGPക്കും പരാതി നൽകി. 24 തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിന്റെ ശബരിമല ട്രാക്ടർ യാത്രയിലെ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ട്രാക്ടർ ഉപയോഗിച്ചതെന്ന് അജിത് കുമാർ വിശദീകരണം നൽകി. നടപടി ആവർത്തിക്കരുത് എന്നായിരുന്നു ഹൈക്കോടതി നൽകിയ നിർദ്ദേശം. ചരക്ക് നീക്കത്തിന് മാത്രമേ സ്വാമി അയ്യപ്പൻ റോഡിൽ ട്രാക്ടർ ഉപയോഗിക്കാനാവൂ എന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. ADGP ഈ ഉത്തരവ് ലംഘിച്ചെന്ന് ചൂണ്ടിക്കാണിച്ച ശബരിമല സ്പെഷ്യൽ കമ്മീഷണറാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. പിന്നാലെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. MR അജിത് കുമാർ മനഃപൂർവ്വമാണ് ഇത്തരം നടപടി സ്വീകരിച്ചതെന്ന് കഴിഞ്ഞ തവണ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. എന്നാൽ ആരോഗ്യ പ്രശ്നമുണ്ടെന്ന MR അജിത് കുമാറിന്റെ വാദം ഇക്കുറി കോടതി അംഗീകരിച്ചു. തെറ്റാവർത്തിക്കരുതെന്നും നിർദ്ദേശം നൽകി. ശബരിമല ട്രാക്ടർ യാത്രാ വിവാദത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയും ADGPയോട് വിശദീകരണം തേടിയിരുന്നു. 24 കൊച്ചി. പുലിഭീതിയിലായ പത്തനംതിട്ട പൂമരുതിക്കുഴിയിൽ കാട്ടാന ശല്യവും രൂക്ഷം. പൂമരുതിക്കുഴിയിൽ പ്രഭുരാജിന്റെ വീടിന് നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. ഈ വീടിന് സമീപത്തുള്ള വീട്ടിലേക്കാണ് കഴിഞ്ഞ ദിവസം പുലി ഓടിക്കയറിയത്. പുലർച്ചെ 2:30യോടെയാണ് പൂമരുതിക്കുഴിയിലെ പ്രഭുരാജിന്റെ വീട്ടിൽ കാട്ടാനാക്രമണം ഉണ്ടായത്. വീടിന് സമീപത്തെത്തിയ കാട്ടാന ജനൽ ചില്ലുകൾ തകർത്തു. ഗ്ലാസ് പൊട്ടുന്ന സൗണ്ട് കേട്ടോണ്ടാണ് ഞങ്ങൾ എണീറ്റത്. അന്നേരം എണീറ്റപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗം കൈ തുമ്പിക്കൈ മുറിക്കകത്തുണ്ടായിരുന്നേ. അപ്പോൾ വലിയ മോൻ ഒച്ചയിട്ട് അത് കണ്ടുകൊണ്ട് പെട്ടെന്ന് ഇത് കമ്പിയെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അത് കൈയെടുത്ത് മേലോട്ട് അങ്ങോട്ട് പോകുമായിരുന്നു. ഇന്ന ആൾക്കാരെല്ലാം കൂടി ഓടിച്ചുവിടുമായിരുന്നു എന്നെ ചെയ്ത്. ഏറെ നേരം വീടിന് സമീപത്ത് നിലയുറപ്പിച്ച കാട്ടാന കുറെ വൈകിയാണ് കാടുകയറിയത്. കഴിഞ്ഞ ദിവസം തൊട്ടടുത്തുള്ള പൊൻവേലിയിൽ രേഷ്മയുടെ വീടിനുള്ളിലേക്കാണ് പുലി ഓടിക്കയറിയത്. പുലിയെ പിടികൂടാൻ പ്രദേശത്ത് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നു. വീടിൻ്റെ ഗ്ലാസ് പൊട്ടിക്കുന്ന ആദ്യമായിട്ടാണ്. ഞങ്ങൾ മറ്റേ 3-3:30 ആകുമ്പോൾ ഇറങ്ങുന്നത്. ഇപ്പം ഇന്നലെ അങ്ങ് വെട്ടിയത് 5:30 ആയപ്പോൾ ഇറങ്ങിയത്. 5:30 ആകുമ്പോൾ ഞാനങ്ങ് പോകും. എന്നാലും പേടിക്കേണ്ട കാര്യമില്ല. ജില്ലയിലെ വിവിധ മേഖലകളിൽ വന്യജീവി ആക്രമണം രൂക്ഷമായതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. 24 പത്തനംതിട്ട. നടനും BJP നേതാവുമായ G കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ പ്രതിദിനം തട്ടിയെടുത്തത് 2 ലക്ഷം രൂപ വരെ. പണം ഉപയോഗിച്ച് പ്രതികൾ സ്വർണവും സ്കൂട്ടറും വാങ്ങി. കേസിൽ ഒളിവിലായിരുന്ന 2ാം പ്രതി ദിവ്യ കീഴടങ്ങി. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പിലുമാണ് പ്രതികൾ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. സ്വന്തം ഫോണിലെ QR കോഡ് വഴിയാണ് ജീവനക്കാർ പണം വാങ്ങിയിരുന്നത്. ശരാശരി 2 ലക്ഷം രൂപ വരെ തട്ടിയെടുത്ത ദിവസങ്ങളുണ്ടെന്ന് പ്രതികൾ പറയുന്നു. 11 മാസത്തോളം ഇത് തുടർന്നു. കിട്ടുന്ന പണം 3ആയി പങ്കിട്ടു. പഴയ സ്വർണം വിറ്റ് അതിനോടൊപ്പം കൂടുതൽ തുക നൽകി പുതിയത് വാങ്ങി. പ്രതികളിൽ ഒരാളായ ദിവ്യ ഈ പണം കൊണ്ട് സ്കൂട്ടറും വാങ്ങി. പണയം വെച്ച സ്വർണം വീണ്ടെടുക്കാനുള്ള നീക്കം ക്രൈംബ്രാഞ്ച് ആരംഭിച്ചു. പണം ഭർത്താക്കന്മാർക്കും കൈമാറി എന്നാണ് മൊഴി. സ്ഥാപനത്തിൽ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തൽ. 69 ലക്ഷം തട്ടിയെടുത്തെന്ന പരാതിയിൽ നിലവിൽ 40 ലക്ഷം രൂപ തട്ടിയെടുത്തതിന്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്. കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതി ദിവ്യയെ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതികളായ വിനീതയെയും രാധാകുമാരിയെയും അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റി. 24 തിരുവനന്തപുരം. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ എതിർപ്പുമായി മദ്രസ അധ്യാപകരുടെ സംഘടന. സമയമാറ്റം കൊണ്ടുവന്നാൽ പല ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് കേരള മദ്രസ ടീച്ചേഴ്സ് യൂണിയൻ ഭാരവാഹികൾ പറയുന്നത്. സ്കൂൾ സമയമാറ്റം പ്രാവർത്തികമായാൽ സ്വാഭാവികമായും മദ്രസയ്ക്ക് നിലവിൽ ലഭിക്കുന്ന സമയം പോലും ലഭിക്കാതെയാകും. ഇതോടെ തുച്ഛവേതനത്തിന് ജോലി ചെയ്യുന്ന അധ്യാപകരുടെ കാര്യം കഷ്ടത്തിലാകുമെന്നാണ് മദ്രസ അധ്യാപകരുടെ സംഘടന വ്യക്തമാക്കുന്നത്. കരിക്കുലം അനുസരിച്ച് പഠിപ്പിക്കാൻ ഇപ്പോൾ തന്നെ മതിയായ സമയം ലഭിക്കുന്നില്ല. ഇനിയും സമയം കുറഞ്ഞാൽ പലരുടെയും ജോലി പോകും. ഒരു ദിവസം 3 വിഷയം 40 മിനിറ്റ് വീതം ചർച്ച, 2 മണിക്കൂറാണ് സമയം വേണ്ടത്. അങ്ങനെയാണ് കരിക്കുലുള്ളത്. പക്ഷേ അത് പോയിട്ട് 2 മണിക്കൂർ പോയിട്ട് 1 മണിക്കൂർ പോലും കിട്ടാത്തൊരവസ്ഥ ഉണ്ട്. അതുകൊണ്ട് സമയം ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം തന്നെയാണെന്ന് മാത്രമല്ല, ഈ സമയം കട്ട് ചെയ്യുമ്പോൾ ചില അധ്യാപകന്മാരുടെ ജോലി വരെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത പോലും അതിലുണ്ട്. കാരണം കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഇത്ര അധ്യാപകന്മാർ ആവശ്യമില്ലെന്ന് മാനേജ്മെൻറ്റിന് അങ്ങനെ തീരുമാനമെടുക്കാം. അല്ലെങ്കിൽ ശമ്പളത്തിൽ ഇപ്പം അത്ര ആവശ്യമില്ല എന്നതിലേക്ക് ശമ്പളം കുറക്കാം. അപ്പോൾ ഇതൊരു അധ്യാപകന്മാർക്കും ഒരു പ്രശ്നം തന്നെയാണ്, ജോലിക്ക് വരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണത്.
പക്ഷേ എങ്കിലും അത് മന്ത്രി പറഞ്ഞ അടിസ്ഥാനത്തിൽ അടുത്ത വർഷം ആലോചിക്കാമെന്ന് പറഞ്ഞതിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. മതിയായ സമയം കിട്ടിയാലേ മതപഠനം പൂർണ്ണാർത്ഥത്തിൽ പഠിപ്പിക്കാനാകൂവെന്നാണ് അധ്യാപകരുടെ നിലപാട്. ഇക്കാര്യത്തിൽ സർക്കാർ പുനരാലോചന നടത്തുമെന്നാണ് സംഘടനയുടെ പ്രതീക്ഷ. 24 കോഴിക്കോട്. ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.